റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാണ്ടാണ് അത് വന്നിട്ടുള്ളത്. ആ സമയത്ത് എനിക്ക് വേറെ ഡിപ്പാർട്ട്മെൻറ്റ് എക്സാംസ് ഉണ്ടായിരുന്നു. CGL ടയർ 1 മോക്ക് എടുത്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഓൾറെഡി ഫുൾ സ്ട്രെസ്ഡ് ആയിട്ടാണ് ഇത് എടുക്കുന്നത് തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ റിസൾട്ട് അത്ര ആ സമയത്ത് ഉണ്ടായാലും മോക്ക് അത്ര നന്നായിട്ടുണ്ടായില്ല. ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് വന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഫോൺ നോക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ ഞാൻ വായിച്ചാണ് എനിക്കൊരു കുട്ടി കൺഗ്രാറ്റ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഈ കുട്ടി എന്തിനാണ് എനിക്ക് അയക്കേണ്ടത്, ഓക്കെ അത്ര ഹോപ്സ് അത്ര ഹൈ ആകണ്ട. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് സദേൺ റീജിയൻ്റെ സൈറ്റിൽ നോക്കിയപ്പം അതിൽ ഈ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ഫൈനൽ ലിസ്റ്റിൻ്റെ കാൻഡിഡേറ്റ്സ് നോമിനേറ്റഡിൻ്റെ ലിങ്ക് കണ്ടു. അതെടുത്ത് മൊത്തം 10 പേരാണ് അവിടെ സെലക്ട് ആയിട്ടുള്ളത്. ആ 10 പേരിൽ നോക്കുമ്പം ലാസ്റ്റ് ഒരു വിശാലിന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി ഒന്നും കൂടി നോക്കി മേലോട്ട് നോക്കിയപ്പോഴാണ് അതെ അവിടെ 5th ഇതിൽ വിശാൽ KS ഫുൾ നെയിമും ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ അവിടെ കാറ്റഗറിയും പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും റോൾ നമ്പറും രജിസ്റ്റർ നമ്പറും ഒക്കെ കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നുകൊണ്ട് തന്നെ അത് വലിയൊരു ഷോക്ക് തന്നെ ആയിരുന്നു. ഇത് തീരെ വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. CGL എനിക്ക് ചെറിയ മാർക്കിന് പോയി. CHSL ആൻസർ കീ അനലൈസ് ചെയ്തപ്പം 7 മാർക്കിനാണ് ശരിക്കും ടയർ 1 കിട്ടാണ്ടായി പോയത്. ആ 7 മാർക്കിൽ 5 മാർക്ക് ഞാൻ കെയർലെസ് മിസ്റ്റേക്സ് കൊണ്ട് വരുത്തിയതും 2 മാർക്ക് എനിക്ക് അറിയുന്ന സാധനമാണ്. പക്ഷെ അത് കൊടുത്തപ്പോഴത്തേക്കും ടൈമും കഴിഞ്ഞു പോയി. അപ്പം അങ്ങനെയാണ് എനിക്ക് ആ CHSL കഴിഞ്ഞു പോയത്. MTSും ഇതേപോലെ തന്നെ ക്വാളിഫൈ ചെയ്തു, പക്ഷെ വാക്കിങ്ങിൽ ഡിസ്ക്വാളിഫൈ ആയിപ്പോയി. എനിക്ക് കാല് പ്രശ്നമായിട്ട്. അപ്പോൾ നിർത്തിപ്പോണമെന്ന് തോന്നിയിട്ടില്ല, പക്ഷെ ആ സമയത്ത് ഭയങ്കര സ്വയം എന്നോട് തന്നെ ഭയങ്കര ദേഷ്യമായിരുന്നു. പിന്നെ അത് ഓവർകം ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ 2-3 ദിവസം അതിൻ്റെ ഒരു ടാൻട്രംസ് ഉണ്ടാവും. പിന്നെ ഒരു 4ാമത്തെ ദിവസം തൊട്ടിട്ട് വീണ്ടും മൈൻഡ് കാമാക്കിയിട്ട് റിഫ്രഷ് അടിക്കാനാണ് പിന്നെ ശ്രമിച്ചിട്ടുള്ളത്. ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു വരാന്ത റേസ് മലയാള യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് റേസിലെ ഒരു അഭിമാന താരമാണ് വിശാൽ നമ്മുടെ കോഴിക്കോട് റേസിലെ മെൻറ്ററായിരുന്നു. ഇപ്പോൾ 2024 SSC സെലക്ഷൻ പോസ്റ്റ് എക്സാമിൽ ഓൾ കേരള റാങ്ക് 1ഉം ഓൾ ഇന്ത്യ റാങ്ക് 5 നേടി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വിശാലിന്റെ വിശേഷങ്ങളും വിശാൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, എങ്ങനെയാണ് ഈ എക്സാം ക്ലിയർ ചെയ്തത് നമുക്ക് ചോദിച്ചു നോക്കാം. വിശാൽ വെൽക്കം. ഹായ് വിശാൽ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ വിശാലിനെ കുറിച്ച്? ഹായ്, ഞാൻ വിശാൽ. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ വരാന്ത റേസിൻ്റെ എൻ്റെ ഡിഗ്രിക്ക് ശേഷം വരാന്ത റേസിൽ ഓൺലൈനായിട്ട് ചേർന്ന സ്റ്റുഡൻറ്റും പിന്നീട് ഒരു 2 വർഷത്തേക്ക് വരാന്ത റേസ് കാലിക്കറ്റിൻ്റെ മെൻറ്ററായിട്ട് പിന്നെ ചെറിയ ഒരു സമയത്തേക്ക് GKൻ്റെ ഫാക്കൽറ്റിയും കൂടിയായിരുന്നു. ആൻഡ് ഈ പറയുന്ന സമയത്തുള്ളിൽ ഞാൻ എഴുതിയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു ഈ പറഞ്ഞ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതും സെലക്ഷൻ പോസ്റ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റിലൂടെ. അതിൽ ഒരു പോസ്റ്റ് എനിക്കിപ്പം കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഒരു സക്സസ് സ്റ്റോറി ആയിട്ടാണ് ഞാനിപ്പോൾ വരുന്നത്. താങ്ക്സ് ടു വരാന്ത റേസ് ആൻഡ് ഇറ്റ്സ് ഫാക്കൽറ്റീസ് ആൻഡ് എവരി. വിശാലെ, എപ്പോഴാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്? എത്ര നാളായി ഇതിൻ്റെ പുറകിൽ നടന്നിട്ട്? ഓക്കെ, സോ പ്രിപ്പറേഷൻ ഞാൻ തുടങ്ങിയത് ആക്ച്വലി 2021 അതായത് എൻ്റെ ഡിഗ്രി കഴിഞ്ഞപാട് ഞാൻ നേരെ PG നോക്കാതെ ഫോക്കസ് ചെയ്യാതെ ഞാൻ നേരെ ഇതിലേക്കാണ് വന്നത്. ആൻഡ് ഞാൻ വീട്ടിലിരുന്നിട്ട് തന്നെയായിരുന്നു ആക്ച്വലി തുടങ്ങിയത്. അതായത് ഈ പറഞ്ഞ പോലെ വരാന്ത റേസിൻ്റെ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടുള്ള, ഹൈബ്രിഡ് അല്ലാത്ത ഓൺലൈൻ ആയിട്ടുള്ള ഒരു കോഴ്സായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2021 ഒരു ലേറ്റ് ഒരു ഒക്ടോബർ നവംബർ ആ ഒരു ടൈമിൽ തുടങ്ങിയിട്ട് ഇപ്പം കഴിഞ്ഞ CGL വരെ ആണ് എൻ്റെ ശരിക്കൊരു ജേണി വരുന്നത്. അതിനുശേഷമാണ് എൻ്റെ ഈ റിസൾട്ട് വരികയും പിന്നെ അതിൻ്റെ ഇടയിൽ വേറെയും എക്സാംസ് ഉണ്ടായിരുന്നു, അതുമൊക്കെ ആയിട്ട് ഡീൽ ചെയ്ത് പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ മെൻറ്ററായിട്ട് വർക്ക് ചെയ്തു. അങ്ങനത്തെ കുറച്ച് എക്സ്പോഷേഴ്സും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വിശാൽ, എത്ര നാൾ കോഴിക്കോട് റേസിലെ മെൻറ്ററായിട്ടുണ്ടായിരുന്നു? ഓക്കെ, വരാന്ത റേസ് കാലിക്കറ്റിൽ ഞാൻ ആക്ച്വലി 2 കൊല്ലമായിരുന്നു എൻ്റെ മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത്. വലിയൊരു ചേഞ്ച് തന്നെയായിരുന്നു ആക്ച്വലി വരാന്ത റേസുമായിട്ട്, ഐ മീൻ മെൻറ്ററായിട്ട് വരുന്ന ഒരു സംഭവം. അതായത് എൻ്റെ അക്കാഡമിക്സിനെ ബാധിക്കോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ തന്നെ ഒരു വലിയൊരു ചേഞ്ച് തന്നെയായിരുന്നു. കാരണം എനിക്കങ്ങനെ ഞാൻ ഓൺലൈൻ എടുത്തത് തന്നെ എനിക്ക് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ ഇരിക്കാനുള്ളൊരു കുറച്ചൊരു ബുദ്ധിമുട്ടുകളും പിന്നെ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് എൻ്റെ ഏറ്റവും വലിയ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. കാരണം എക്സാമിന് വേണ്ടതും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഓൺലൈനായിട്ട് തുടങ്ങിയത് തന്നെ. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്കൊരു എൻ്റെ ഒരു റുട്ടീനെ മാറ്റാൻ, എൻ്റെ ഒരു സ്ട്രാറ്റജി മാറ്റുന്ന രീതിയിലാണ് ഞാൻ കാലിക്കറ്റ് റേസിൽ മെൻറ്ററായിട്ട് വരുന്നത്. അപ്പോൾ ആക്ച്വലി അതൊരു വലിയൊരു ചേഞ്ച് തന്നെയാണ്. ആ ചേഞ്ച് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഇതുപോലെ ആൾക്കാരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. സോ അതൊരു വലിയൊരു ചേഞ്ച് തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഈ പറയുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ജോലിയും സെയിം ഫീൽഡ് ആണെങ്കിൽ പോലും ഒരു ജോലി എടുക്കുക എന്ന് പറയുന്നത് ആ സമയത്തൊരു ചാലഞ്ച് തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് പിന്നീട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ എന്താണെന്ന് പറഞ്ഞാൽ
അവിടെ ഉണ്ടായിരുന്നുള്ള ഒരു സാഹചര്യത്തിൽ കിട്ടിയിട്ടുള്ള സൗകര്യങ്ങളും ഫെസിലിറ്റീസും തന്നെയാണ് പിന്നീട് തന്നെ എക്സാം എഴുതാൻ സഹായിച്ചതും. അവിടുത്തെ പിയർ ഗ്രൂപ്പ്സ് ഉണ്ടാവും, അവിടുത്തെ സ്റ്റുഡൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടാവും, പിന്നെ അവിടുന്ന് കിട്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, ബാക്കി ആൾക്കാർ എങ്ങനെയാണ് പഠിക്കുന്നത്, അത് എനിക്ക് ഓൺലൈനായിട്ട് കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതാണ് എനിക്ക് ഇപ്പോൾ കിട്ടിയത്, അല്ലെങ്കിൽ അവിടെ വന്നതിന് ശേഷം കിട്ടിയത്. ആൻഡ് അത് ഒരു 100% എന്നെ പിന്നീടുള്ള എക്സാമിനോടുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു, പോസിറ്റീവായിട്ടാണ്. ഇപ്പോൾ വീട്ടിലൊറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പം സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി, ജസ്റ്റ് പഠിച്ച് അങ്ങനെ പോയാൽ മതി. പക്ഷേ നമ്മൾ മെൻറ്റർ ആകുമ്പം സ്റ്റുഡൻസിൻ്റെ ഡൗട്ട് പറഞ്ഞു കൊടുക്കണം, അവരെ പഠിപ്പിക്കണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അതെല്ലാം എങ്ങനെ മാനേജ്? അത് ഹെൽപ്ഫുൾ ആയിരുന്നോ അതോ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളതായിരുന്നോ? ഓക്കെ, തുടക്കത്തിൽ ആക്ച്വലി അത് അതിൽ കുറേ തമാശകരമായിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മളൊരു മെൻറ്ററായിട്ട് പോകുമ്പം ഒബ്വിയസ്ലി നമ്മൾ സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, പിന്നെ നമ്മളുടെ ബാക്കിയുള്ള ആൾക്കാരുമായിട്ടൊക്കെ കൂടുതൽ പിയർ ഗ്രൂപ്പ്സിൻ്റെ ഒക്കെ ആയിട്ട് സംസാരിക്കണം. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവരുടെ ഇടയിൽ എനിക്ക് എന്നെ തന്നെ അസസ് ചെയ്യാനുള്ള ഒരു മീഡിയം ആക്ച്വലി മുന്നേ ഉണ്ടായിട്ടില്ല. നമ്മൾ മോക്കെടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതാണോ വേണ്ടത്, ഇത് കറക്റ്റ് ഡയറക്ഷനിലാണോ എന്നറിയാനുള്ളൊരു ഇത് എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ മുമ്പിൽ ഞാനും എൻ്റെ ഒരു ഗൂഗിൾ മീറ്റും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ കമ്മ്യൂണിക്കേഷൻ അത്ര ഇല്ലാത്തൊരു അവസ്ഥയെന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് ശരിക്കും എന്താ പറയുക, അതിൻ്റെ കൂടെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യും കൂടി വേണം എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ആദ്യമൊക്കെ കുറച്ചൊരു ചാലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വേറെ മെൻറ്റേഴ്സിൻ്റെ കൂടെ ക്ലാസ് കയറിയിട്ട് അവരെങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി ഇത് തുടങ്ങിയത്. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ അവിടെ നമ്മൾ കയറിയ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനായിരുന്നു അവിടുത്തെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള മെൻറ്റർ ഉണ്ടായത്. കയറിയ സമയത്ത് ഒരു ഫെബ്രുവരി സമയമായിരുന്നു, ഒരു ഓഫ് സീസൺ സമയത്ത് ആയതുകൊണ്ട് തന്നെ ഞാനായിരുന്നു അപ്പോഴത്തെ ഫ്രഷ് ഗ്രാജുവേറ്റ്സ് അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടുത്തെ ഏറ്റവും യങ്ങസ്റ്റ് ആസ്പിറൻറ്റ് ഞാൻ തന്നെയായിരുന്നു കയറിയ സമയത്ത്. അപ്പോൾ ആൾക്കാർ ആദ്യം എന്നെ കണ്ടിട്ട് സാർ ഒരു ഡൗട്ട് എന്ന് പറയുമ്പം എനിക്ക് ആക്ച്വലി മനസ്സിലായിട്ടില്ല ഈ സാറിന് വിളിക്കുന്നത് തന്നെയാണ് എന്നുള്ള സാധനം മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കുകയാണ് എവിടെയാണ് ഇവിടുത്തെ മെൻറ്റർ, പിന്നെയാണ് മനസ്സിലായത് ഞാനാണെന്നുള്ളത്. അപ്പോൾ അത് വലിയൊരു ചേഞ്ച് തന്നെയാണ്. നമ്മളൊരു പേഴ്സണലി ഭയങ്കര വലിയൊരു ചേഞ്ചാണ്. അത് ഭയങ്കര ഓവർവെൽമിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു, ഇത് എല്ലാം കൂടി എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയായിരുന്നു. പക്ഷേ ഗ്രാജ്വലി അത് എന്താ പറയുക, ആൾക്കാരൊക്കെ പിന്നെ അത് ഭയങ്കര വലിയൊരു കാര്യമാക്കി എടുക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എല്ലാവരും ഈ പറഞ്ഞ പോലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. ആൻഡ് ഞാൻ അവിടെ എത്തിയത് തന്നെ എൻ്റെ ഉള്ളിലുള്ളൊരു മേ ബി ഒരു ടാലൻ്റോ ഒരു വാല്യൂ കണ്ടിട്ട് തന്നെയാണ്. ഞാനിപ്പോൾ അതിന് മുമ്പ് തൊട്ട് മുന്നേ കുറച്ച് എക്സാംസ്, 2 എക്സാംസ് പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ ഒരു പൊസിഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ അവിടുന്ന് എന്തൊക്കെയാണ് ഞാൻ എൻ്റെ അഡ്വാൻറ്റേജിലേക്ക് ചെയ്യേണ്ടത്. അപ്പം ലാബ്സ് യൂസ് ചെയ്യാം, മെറ്റീരിയൽസ് യൂസ് ചെയ്യാം, പിന്നെ മുമ്പേ കിട്ടാത്ത കുറേ സാധനങ്ങളാണ്. ഇപ്പോൾ ആൾക്കാരോട് സംസാരിക്കാൻ ഒരു ചാൻസാണ്. കൂടുതലുള്ള ആസ്പിറൻസ് എങ്ങനെയാണ് പഠിക്കുന്നത്, ഞാൻ മിസ് ചെയ്യുന്നത് എന്താണ് അവർ ചെയ്യുന്നത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ സ്റ്റുഡൻസുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ആദ്യമായിട്ടൊരു ക്ലാസ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ അതിന് ശേഷവും നമ്മൾ ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി കുറച്ച് പ്രിപ്പയർഡ് ആയിരിക്കണം. ഇപ്പം മെറ്റീരിയൽസ് ആണെങ്കിൽ ഇപ്പം ഇവിടേക്ക് കൊടുക്കുന്ന മെറ്റീരിയൽസ് മുന്നെങ്കിലും നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് അതിലെല്ലാം നമ്മൾ മനസ്സിലാക്കുക. ഇനി അതിൽ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ അതെ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ടിപ്സോ അല്ലെങ്കിൽ ഷോർട്ട് കട്ട്സോ എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടെങ്കിൽ അതും കൂടി ആസ് എ മെൻറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു മെൻറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി കാരണം ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ചിട്ട് കിട്ടിയിട്ടുള്ള കുറേ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. അത് എൻ്റെ എക്സാമിനും ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഒരു മെൻറ്റർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു മെൻറ്റർ ആയിരുന്ന ഒരാളെന്ന നിലയിൽ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു മെൻറ്ററും സ്റ്റുഡൻറ്റും നമ്മളൊരു ബന്ധം വെച്ചിട്ട് ഞാനവിടെ എൻ്റെ ക്ലാസ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇൻട്രാക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഇപ്പോൾ GK ആണെങ്കിൽ ഞാൻ കുറച്ചും കൂടി GK ഫോക്കസ്ഡ് ആയിട്ടായിരുന്നു എൻ്റെ ക്ലാസ്സസും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ GKയും ഇംഗ്ലീഷും അതായത് എനിക്ക് ഡെവലപ്പ് ചെയ്യേണ്ട ഏരിയാസ് അതൊക്കെയായിരുന്നു. അപ്പോൾ അത് ഞാൻ പരമാവധി സ്റ്റുഡൻസിലേക്ക് എത്തിച്ചിട്ട് ഞാനും കൂടി പഠിച്ച് എല്ലാ സാധനങ്ങളും വർക്കൗട്ട് ചെയ്ത് കുറേ തരത്തിലുള്ള
എക്സ്ട്രാ വർക്ക്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല കുറേ ക്ലാസ്സസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, അറ്റ്ലീസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. ഇല്ല, അക്കാര്യത്തിൽ ഞാൻ നോക്കുന്നത് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ CG ക്ലിയർ ചെയ്ത കുറേ ആൾക്കാർ അതെ വിശാലിന്റെ സ്റ്റുഡൻസ് ആണ്. അവരോട് മുന്നേ സംസാരിക്കുമ്പോൾ വിശാലിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നത്, നമ്മൾ പഠിപ്പിച്ച സ്റ്റുഡൻസ് ക്ലിയർ ചെയ്തു എന്ന് കാണുമ്പോൾ? ഓക്കെ, ആക്ച്വലി അങ്ങനെ ആദ്യം അത് കാണുമ്പം കുറേ മിക്സ്ഡ് ഇമോഷൻസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അതായത് ആ സമയത്ത് കഴിഞ്ഞ CGL എനിക്ക് 0.6 0.3 ആ ഒരു റേഞ്ചിലാണ് എനിക്ക് ശരിക്കും ടയർ 1 എനിക്ക് മിസ്സായത്. അതിന് മുന്നേ ടയർ 2ൻ്റെ പ്രിപ്പറേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അഡീഷണൽ ടോപ്പിക്സ് ഒക്കെ പ്രോപ്പറായിട്ട് പഠിച്ച് മോക്കൊക്കെ എടുക്കുമ്പോൾ നല്ല ഒരു ബിഗിനിങ് സ്റ്റേജിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു നല്ലൊരു 280+, 290+ സ്കോർസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഒരു 2-3 മാസം കൂടി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്കൊരു 330+, 340+ എനിക്ക് CGL കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. ലക്കും കൂടി വേണം. പക്ഷെ ആ ഒരു നല്ലൊരു ട്രജക്ടറിയിലായിരുന്നു അത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് കിട്ടാണ്ടായപ്പോഴത്തേക്കും വലിയൊരു ഹാർട്ട് ബ്രേക്ക് ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഫൈനൽ റിസൾട്ട് വന്നപ്പം എൻ്റെ കൂടെയുള്ള നമ്മളെ മെൻറ്റേഴ്സ് കുറച്ച് പേര് കിട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഫ്രണ്ട്സ് കൂടി ഉണ്ടായിരുന്നുള്ള ആ സമയത്ത് സ്റ്റുഡൻസ്, ഇവർക്കൊക്കെ കിട്ടിപ്പോയ സമയത്ത് ആക്ച്വലി ഇതാണ് കുറേ ഇമോഷൻസ് ഉണ്ടായിരുന്നു. വേണ്ടപ്പെട്ടവർക്ക് കിട്ടിപ്പോയതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ അവിടെ സ്റ്റക്കായി പോയി എന്നുള്ളതായതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ കുറേ ആൾക്കാരുടെ വിക്ടറീസൊക്കെ. ഇപ്പോഴായിരുന്നെങ്കിൽ ശരിക്കും അത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോൾ അവർക്ക് അവരുടെ വർക്കിൻ്റെ ഓരോ സ്ട്രെസ്സും കാര്യങ്ങളായി എന്ന് വേണം പറയാം. പക്ഷേ ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ ഭയങ്കര ഹാപ്പി തന്നെയാണ്. പക്ഷേ അവരുടെ കൂടെ അതൊന്ന് എൻജോയ് ചെയ്യാനോ സെലിബ്രേറ്റ് ചെയ്യാനോ പറ്റിയില്ല എന്നുള്ളതാണ്. എല്ലാവരും ചിലവ് കൊടുക്കുന്ന സമയത്തൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പോയിട്ടില്ല, അവരെ കാണാൻ നാണക്കേടായി, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ ഒരു സംഭവം ഒരു ബൂസ്റ്റ് ആയിരുന്നു, കാരണം നമ്മുടെ കൂടെയുള്ളവർ കിട്ടി എന്നുള്ളത് കൂടുതൽ പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ഇതായിരുന്നു. ഓക്കെ, അതായത് ഒരു രീതിയിലാണ്. പക്ഷെ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എന്നെ തന്നെ കുറേ പ്രഷർ ചെയ്തിട്ടുള്ള കുറച്ച് സമയങ്ങളായിരുന്നു. അതായത് എല്ലാവർക്കും കിട്ടി, ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ മാത്രമല്ല അന്ന് ബാക്കി ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ എൻ്റെ മാത്രം അങ്ങനെ മാത്രം ഇത് ലാസ്റ്റാണ്, ഇത് ഡു ഓർ ഡൈ ആണ് എന്നൊക്കെ കുറേ ഡു ഓർ ഡൈയും കുറേ ലാസ്റ്റ് സാധനങ്ങളൊക്കെ കഴിഞ്ഞ് എന്നിട്ടും പക്ഷെ ഇപ്പോഴും ഇങ്ങനെ തന്നെയുണ്ട്. അതിൻ്റെ ഇടയിലാണ് പിന്നെ SSCൻ്റെ പാറ്റേൺ മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു രീതിയിൽ പക്ഷെ വീണ്ടും പ്രിപ്പയർ ചെയ്ത് പഠിച്ച് പല സോഴ്സസ് യൂസ് ചെയ്തിട്ട് നന്നായി പഠിച്ച് പോകുന്ന സമയത്ത് ആണ് ഇപ്പം SSCൻ്റെ പാറ്റേൺ മാറ്റിയത് കഴിഞ്ഞ വർഷം. അപ്പം അതും വീണ്ടും നമ്മുടെ അൺസർട്ടനിറ്റീസ് കൂട്ടുകയാണ് ചെയ്തത്. പിന്നെ ആകെയുള്ളൊരു ഹോപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇതുപോലെയാണ് എന്നുള്ളതായിരുന്നു അവിടെ ആകെയുള്ള ഹോപ്പ്. എൻ്റെ കഴിവുകൊണ്ട് മാത്രം പോരാ എന്നുള്ളൊരു അവസ്ഥയിൽ എത്തിയപ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് തന്നെ ആയിരുന്നു. അവർ പുതിയ പാറ്റേൺ വന്നതും ആ പുതിയ പാറ്റേണിൻ്റെ ഭാഗമായിട്ട് എഴുതിയിട്ടുള്ള എക്സാംസൊക്കെ അത്യാവശ്യം CGL വരെ ഉണ്ടായിരുന്നുള്ള എക്സാംസൊക്കെ കുറച്ച് പ്രശ്നത്തിലായതുകൊണ്ട് തന്നെ അതൊരു ഹാർട്ട് ബ്രേക്ക് തന്നെ ആയിരുന്നു. കാരണം ഇതേപോലെ ഓൾറെഡി എല്ലാവരും പോയി, അവരൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അത് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം അവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് അവർ പോയി. പക്ഷെ എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതിൻ്റെ പേരിൽ എനിക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അതൊരു ഹാർട്ട് ബ്രേക്ക് തന്നെയാണ്. ഏകദേശം ഒരു 4-5 വർഷമായി പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട്. അതെ, ഈ ഒരു ടൈമിൽ വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? വീട്ടുകാരുടെ സപ്പോർട്ട് സത്യം പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഓക്കെ, ഇപ്പം എവിടെ നിന്നാണ് ഇപ്പം പറയാമെന്ന് എനിക്കറിയില്ല. സോ വീട്ടുകാരായിട്ടുള്ളൊരു അപ്രോച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പം ഓക്കെ ഇപ്പം സ്റ്റാഫ് സെലക്ഷന് പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ PSCന് പഠിക്കുകയാണ്, ഏതിനാണെങ്കിലും അവർ ഫുൾ സപ്പോർട്ടായിട്ട് തന്നെയാണ് കൂടി ഉണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് എൻ്റെ പല മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. റേസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി തുടക്കമൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ആ CGL റിസൾട്ടിന് ശേഷം പിന്നെ അത് അവസാനമായപ്പോഴത്തേക്കും പിന്നെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അതായത് അവിടെ പഠിപ്പിക്കുന്ന ടൈമും കൂടി ഞാൻ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെയാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് ആക്ച്വലി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ വീണ്ടും വേറെ എക്സാംസ് എഴുതി, അതും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് വരാത്തതിൻ്റെ ഭാഗമായിട്ടും പിന്നെ കുറേ എക്സാംസ് ഡിലേ ആയതുകൊണ്ടും അന്ന് കുറേ ഇങ്ങനെ നെഗറ്റിവിറ്റി ഇങ്ങനെ കുന്നുകൂടി ഇങ്ങനെ നിൽക്കുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ വീട്ടുകാരുടെ ഒരു ഇമോഷൻ സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം അവർ എൻ്റെ കാര്യത്തിൽ അത്രയും കൺസേൺഡ് തന്നെ എല്ലാ തരത്തിലുള്ള മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ അവിടെ തന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം എല്ലാം കൊണ്ട് ഈ പറയുന്ന പരിപാടി നിർത്തുകയാണെങ്കിൽ തന്നെ ഇത് തന്നെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ആരും അങ്ങനെ പ്രഷർ ചെയ്തിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തന്നെ നോക്കണമെന്നില്ല. നമുക്ക് എല്ലാ ഓപ്ഷൻസും
എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സമയവും ഓപ്പർച്യൂണിറ്റിയും ഇവരൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു രീതിയിൽ ഞാൻ ഭയങ്കര പ്രിവിലേജ്ഡ് ആണ്. ആ ഒരു രീതി പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കിയിട്ടും അങ്ങനെ ആയതുകൊണ്ടും പിന്നെ ഇവരുടെ ഒരു അപ്രോച്ച് കാരണമൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തന്നെയാണ് ഉണ്ടായത്. പിന്നെ ആക്ച്വലി ഇപ്പം ഞാൻ സെലക്റ്റഡ് ആയിട്ടുള്ളത് ഈ സദേൺ റീജിയണിലേക്കാണ് ഞാൻ സെലക്റ്റഡ് ആയിട്ടുള്ളത്. സദേൺ റീജിയണിലല്ലാതെ ഞാനിപ്പം മധ്യപ്രദേശ് റീജിയണിലേക്ക് സെലക്റ്റഡ് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ സെൻട്രൽ, ഈസ്റ്റ്, ഈ 3 സ്ഥലത്തും കൂടിയിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോയിട്ടുണ്ട്. പക്ഷെ ഫൈനൽ റിസൾട്ടിൽ എൻ്റെ പേരില്ല. അപ്പോൾ ഇവിടെയൊക്കെ പോകാനൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫുൾ സപ്പോർട്ട് തന്നെയായിരുന്നു. അതായത് അവിടെയൊക്കെ ഒറ്റ പോസ്റ്റേ ഉണ്ടായിരുന്നു. അവിടെ ആ ഒറ്റ പോസ്റ്റിന് വേണ്ടിയിട്ടും അവിടം വരെ പോയി അവിടെ ആ ഒരു എഫേർട്ട് ഇടാനും എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഫൈനാൻഷ്യലായിട്ടുള്ള എല്ലാ സപ്പോർട്ടും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ബാക്ക് ബോണായിട്ട് ഫാമിലി ഉണ്ടായിരുന്നു. ബാക്ക് ബോണായിട്ട് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, പിന്നെ അവരുടെ ഒരു സപ്പോർട്ട് എന്ന് മാത്രമല്ല, അവരുടെ സപ്പോർട്ടുണ്ട്, അവരുടെ ഒരു സ്നേഹവും ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കുള്ളൊരു വേറൊരു സാധനമായിരുന്നു അവരുടെ ഒരു ക്ഷമയും അവരുടെ ഒരു ടോളറൻസും. കാരണം ഈ സാധനം കയ്യിൽ നിന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ തിളച്ച് നിറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇമോഷൻസ് ഒക്കെ ഓവർഫ്ലോ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഭയങ്കര ഓവർവെൽഡാണ്, ഭയങ്കര നെഗറ്റിവിറ്റി. ഞാൻ കണ്ട ആൾക്കാരൊക്കെ ചീത്ത വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ പക്ഷെ ആരും എനിക്ക് കൊണ്ട് തരുന്ന പ്രഷറൊന്നുമല്ല. ഞാൻ സ്വന്തമായിട്ട് ഓരോന്ന് ചിന്തിച്ച് കൂട്ടി ഓവർ തിങ്ക് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു മൊമെൻറ്റിൽ ആക്ച്വലി എൻ്റെ വീട്ടുകാരനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ അത്രയും നെഗറ്റീവായിട്ടുള്ള നിൽക്കുന്ന സമയത്ത് നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ടെന്ന് പറയാൻ മാത്രമല്ല, അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷണൽ ഔട്ട് ബേഴ്സ് എടുക്കാനുള്ളൊരു സേഫ് സ്പേസും ആക്ച്വലി അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു വീട്ടുകാരുടെ അടുത്ത് തന്നെ. അപ്പം അതും ഭയങ്കര ഒരു എന്താ പറയുക ഒരു മോറൽ ബൂസ്റ്റ് തന്നെയാണ് ആക്ച്വലി. അതിനും വലിയൊരു സാധനമുണ്ട്. അപ്പം സപ്പോർട്ടും ഒരു സപ്പോർട്ടല്ലാതെ സപ്പോർട്ടിനെക്കാട്ടും ചിലപ്പം കൂടുതൽ എനിക്ക് തോന്നുന്ന ആ ഒരു ടോളറൻസും പേഷ്യൻസും തന്നെയാണ് വീട്ടുകാരെ പറ്റി പറയേണ്ട ഒരു വലിയൊരു ക്വാളിറ്റി അതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ഓർമ്മയിൽ അതിപ്പോഴും ഉണ്ട്. ഞാൻ എങ്ങനെയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളത്. അത് കിട്ടാണ്ട ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് കിട്ടാത്ത സമയത്ത് ഞാൻ എത്രത്തോളം സ്ട്രെസ്ഡ് ആയിരുന്നു. അതിൻ്റെ ടാൻട്രംസും കാര്യങ്ങളൊക്കെ വീട്ടുകാരാണ് ഡീൽ ചെയ്യേണ്ടി വന്നത്. റിസൾട്ട് അറിഞ്ഞ മൊമെന്റിൽ അവരെങ്ങനെ റിയാക്ട് ചെയ്തു? ഓക്കെ, റിസൾട്ട് അറിഞ്ഞത് ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ നവംബറിലാണ് ആക്ച്വലി റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നിട്ട് ആക്ച്വലി 3 മാസമായി. ഇപ്പോഴാണ് ഓഫർ ലെറ്റർ ഇപ്പോഴാണ് വന്നത്. അതിനുശേഷമാണ് ഞാൻ കോൺഫിഡൻറ്റ് പറഞ്ഞത്. അപ്പോൾ റിസൾട്ട് വരുന്നതിൻ്റെ മുന്നേ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാണ്ടാണെന്ന് അത് വന്നത്. അപ്പം ആ സമയത്ത് എനിക്ക് വേറെ ഡിപ്പാർട്ട്മെൻറ്റ് എക്സാംസ് ഉണ്ടായിരുന്നു. ആയുർവേദൻ്റെ ഒക്കെ എക്സാംസും പിന്നെ CGL Tier 2 ഇതിനൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരേ സമയത്ത് തന്നെയാണ് ഇതിൻ്റെ ഒക്കെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു മോക്ക് എടുത്തു, CGL Tier 1 മോക്ക് എടുത്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഓൾറെഡി ഫുൾ സ്ട്രെസ്ഡ് ആയിട്ടാണ് ഇത് എടുക്കുന്നത് തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ റിസൾട്ട് ആ സമയത്ത് എന്തായാലും മോക്ക് അത്ര നന്നായിട്ടുണ്ടായില്ല. അപ്പം ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് വന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഫോൺ നോക്കുമ്പോൾ എനിക്കൊരു നോട്ടിഫിക്കേഷൻ ഞാൻ വായിച്ചാണ്. എനിക്കൊരു കുട്ടി കൺഗ്രാറ്റ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. മുന്നേ നമ്മളിതുപോലെ വെരിഫിക്കേഷൻ കണ്ട് പരിചയപ്പെട്ട ഒരു കുട്ടി എനിക്ക് കൺഗ്രാറ്റ്സ് അയച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഈ കുട്ടി എന്തിനാണ് എനിക്ക് അയക്കേണ്ടത്? പിന്നെ ആകെ ഒരു കോമൺ ആയിട്ടുള്ള ലിങ്ക് എന്ന് പറയുന്നത് ഈ ഹൈദരാബാദ് പോയതായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓക്കെ ഹോപ്സ് അത്ര ഹൈ ആകണ്ട. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് സദേൺ റീജിയൻ്റെ സൈറ്റിൽ നോക്കിയപ്പം അതിൽ ഈ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ഫൈനൽ ലിസ്റ്റിൻ്റെ കാൻഡിഡേറ്റ്സ് നോമിനേറ്റഡിൻ്റെ ലിങ്ക് കണ്ടു. അതെടുത്ത് നോക്കിയപ്പോൾ ആക്ച്വലി മൊത്തം 10 പേരാണ് അവിടെ സെലക്ട് ആയിട്ടുള്ളത്. ആ 10 പേരിൽ നോക്കുമ്പം ലാസ്റ്റ് ഒരു വിശാലിന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പം കാറ്റഗറി ഡിഫറെൻ്റ് ആണ്, റോൾ നമ്പർ ഡിഫറെൻ്റ് ആണ്, ഡേറ്റ് ഓഫ് ബർത്ത് ഡിഫറെൻ്റ് ആണ്. നോക്കി പിന്നെ കുറച്ചും കൂടി ഒന്നും കൂടി നോക്കി മേലോട്ട് നോക്കിയപ്പോഴാണ് അതെ അവിടെ 5th ഇതിൽ വിശാൽ KS ഫുൾ നെയിമും ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ അവിടെ കാറ്റഗറിയും പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും റോൾ നമ്പറും രജിസ്റ്റർ നമ്പറൊക്കെ കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നുകൊണ്ട് തന്നെ അത് വലിയൊരു ഷോക്ക് തന്നെ ആയിരുന്നു. അത് തീരെ വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ മുമ്പ് ഇതേപോലെ വെരിഫിക്കേഷൻ പോകുന്ന സമയത്തൊക്കെ പോകുമ്പം അവിടുത്തെ ബാക്കി കാൻഡിഡേറ്റ്സുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആയിരുന്നു. കാരണം എല്ലാവർക്കും നല്ല മാർക്കുണ്ട്, റോ സ്കോർ ഭയങ്കര മാർക്കാണ്, എന്നെക്കാട്ടും മാർക്കുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ നോർമലൈസേഷനിൽ കൂടി വന്നപ്പോഴാണ് എനിക്ക് ആക്ച്വലി കൂടിയത്. കുറേ പേര് എനിക്ക് ആ ടഫസ്റ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു ഫാക്ടർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി എനിക്ക് ഭയങ്കര
മനസ്സിലാക്കി, പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിൽ അങ്ങനെ കുറേ നോക്കി. അവസാനം ഞാൻ അമ്മേനെ വിളിച്ചിങ്ങനെ കാണിച്ചു കൊടുത്ത് ഇങ്ങനൊരു സാധനം വന്നിട്ടുണ്ട്. ഞാൻ ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി, ഞാൻ നമ്പായിപ്പോയി, ഇങ്ങനെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി. അങ്ങനത്തെ മൊമെൻറ്റ്സ് ആയിരുന്നു. അവസാനം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് വന്ന സമയത്ത് എല്ലാവരും കുറച്ച് ഷോക്ക്ഡാണ്. അതിൻ്റെ കൂടെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ ആദ്യമൊന്നും ഇത് പുറത്തേക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഓഫർ ലെറ്റർ വന്നതിന് ശേഷമാണ് എല്ലാവരും ഒന്ന് കോൺഫിഡൻ്റ് ആയത്. അപ്പോൾ എല്ലാവരും ഉള്ളിൽ ഭയങ്കര ഹാപ്പിയാണ്, ഉള്ളിൽ ഭയങ്കര പ്രൗഡാണ്. അത് പുറത്ത് കാണിക്കാത്ത രീതിയിലൊരു 3 മാസം കൊണ്ടുപോകേണ്ടി വന്ന് അതിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു. ബട്ട് എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഭയങ്കര വലിയൊരു സമാധാനമായിരുന്നു അതിലൂടെ കിട്ടിയത്. അതായത് വലിയൊരു ഇപ്പം എന്താ പറയുക, എൻ്റെ വലിയൊരു ടെൻഷനാണ് അവിടെ ഒഴിവായി കിട്ടിയത്. എനിക്ക് കുറച്ചും കൂടി റിലാക്സ്ഡായി. അപ്പോൾ ആ റിലാക്സ്ഡ് ആയതിൻ്റെ എല്ലാം എൻ്റെ സ്വഭാവത്തിലും എൻ്റെ കോലത്തിലും കാണാനുണ്ടായിരുന്നു. കഴിഞ്ഞ 3 മാസമായിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടായിരുന്നു പോയത്. അത് എൻ്റെ എല്ലാത്തിലും കാണാനുണ്ടായിരുന്നു. എൻ്റെ പിന്നീട് എഴുതിയിട്ടുള്ള എക്സാംസിന് ഡീൽ ചെയ്യുന്നതാണെങ്കിലും അതിന് മുന്നേ അതിന് ശേഷം വന്നിട്ടുള്ള വരാൻ പോകുന്ന എക്സാംസിൻ്റെ കേസ് ആണെങ്കിലും ഒക്കെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് കുറച്ചൊന്ന് കെയർ ഫ്രീ ആയിട്ടാണ് പോയത്. അത് ഒരു മെൻറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും സ്റ്റുഡൻസിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യാത്ത കാര്യമാണ്. ബട്ട് അത് വേണമെന്ന് തോന്നി. കാരണം ഒന്നാമതൊരു 5 കൊല്ലത്തിൻ്റെ ഒരു എഫേർട്ട് തന്നെയാണ് അവിടെ, അല്ലെങ്കിൽ 3-4 കൊല്ലത്തിൻ്റെ ഒരു എഫേർട്ട് തന്നെയാണ് അവിടെ ഫൈനൽ ഇതിൽ വന്നിട്ടുള്ളത്. സോ വേർത്തിട്ടായിരുന്നു മൊത്തം നോക്കുമ്പോൾ. അതെ, ഭയങ്കര അത് കിട്ടുന്ന വരെയുള്ള അതിന് മുമ്പത്തെ ദിവസം വരെ ഗോത്രൂ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആലോചിക്കുമ്പം എന്താ പറയുക, ഇറ്റ് വാസ് വേർത്തിട്ട് എന്ന് പറയാൻ പറ്റും അറ്റ്ലീസ്റ്റ്. ഇത് പക്ഷെ ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അത്രയും സഫർ ചെയ്തിട്ടില്ല. ബട്ട് എന്നാൽ പോലും എൻ്റെ ഇതിൽ ഞാൻ ഗോത്രൂ ചെയ്തതൊക്കെ കുഴപ്പമില്ല എന്നുള്ളതാണ്. വിശാൽ പറഞ്ഞ ഒരു 4-5 വർഷം ഈ ജേണി ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായി. ഈ സമയത്തൊക്കെ ഡിമോട്ടിവേഷൻ ഉണ്ടാവും, നിർത്തി പോയാലോ എന്നൊക്കെ സ്വയം തന്നെ തോന്നൂലേ? അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്ത്? ഓക്കെ, ആ സമയത്ത് ഇപ്പം കഴിഞ്ഞതാണെങ്കിൽ ഇപ്പം റീസെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ CGL-ഉം CHSL-ഉം തന്നെയായിരുന്നു. അത് ഞാൻ CGL എനിക്ക് ചെറിയ മാർക്കിന് പോയി. CHSL ആൻസർ കീ വന്ന് അനലൈസ് ചെയ്തപ്പം എനിക്ക് 7 മാർക്കിനാണ് ശരിക്കും ടയർ 1 കിട്ടാണ്ടായി പോയത്. ആ 7 മാർക്കിൽ 5 മാർക്ക് ഞാൻ കെയർലെസ് മിസ്റ്റേക്സ് കൊണ്ട് വരുത്തിയതും പിന്നെ 2 മാർക്ക് എനിക്ക് അറിയുന്ന സാധനമാണ്, പക്ഷെ അത് കൊടുത്തപ്പോഴത്തേക്കും ടൈമും കഴിഞ്ഞു പോയി. അപ്പം അങ്ങനെയാണ് എനിക്ക് ആ CHSL കഴിഞ്ഞു പോയത്. MTSും ഇതേപോലെ തന്നെ ക്വാളിഫൈ ചെയ്തു, പക്ഷേ വാക്കിങ്ങിൽ ഡിസ്ക്വാളിഫൈ ആയിപ്പോയി. എനിക്ക് കാല് പ്രശ്നമായിട്ട് ഇഞ്ചേർഡായിട്ട് അങ്ങനെ കിടക്കേണ്ടി വന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യവും ഡിസപ്പോയിൻമെൻറ്റും തന്നെയായിരുന്നു. എനിക്കതൊരു നിർത്തിപ്പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതിൻ്റെ സ്വാഭാവികമായിട്ടും ഈ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഒരു പാർട്ട് തന്നെയാണ്, ഈ ജേർണീൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. അപ്പോൾ നിർത്തിപ്പോകണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ആ സമയത്ത് സ്വയം എന്നോട് തന്നെ ഭയങ്കര ദേഷ്യമായിരുന്നു. എന്തൊക്കെ അത് ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതെല്ലാവരും ചുറ്റുള്ള ആൾക്കാരൊക്കെ പറ്റിക്കുന്ന ഒരു സാധനമാണ് ചെയ്തത്, അങ്ങനത്തെ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ, അങ്ങനെ കുറേ പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായത്. ഡിസപ്പോയിൻമെൻറ്റും ദേഷ്യമായിരുന്നു എന്നോട് തന്നെയും ബാക്കി മൊത്തത്തിലുള്ളൊരു സാഹചര്യത്തിനോടൊക്കെ അങ്ങനെയൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ അത് ഓവർകം ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ 2-3 ദിവസം അതിൻ്റെ ഒരു ടാൻട്രംസ് ഉണ്ടാവും. പിന്നെ ഒരു 4ാമത്തെ ദിവസം തൊട്ടിട്ട് വീണ്ടും മൈൻഡ് കാമാക്കിയിട്ട് റിഫ്രഷ് അടിക്കാനാണ് പിന്നെ ശ്രമിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത ഏരിയാസ്, നമ്മൾ എത്ര പഠിച്ചെന്ന് പറയുകയാണെങ്കിലും എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയായിരുന്നു. എത്ര പഠിച്ചെന്ന് പറഞ്ഞാണെങ്കിലും നമുക്കറിയാത്തൊരു സാധനം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് മോക്ക് ടെസ്റ്റിലൂടെ തന്നെയാണ് എനിക്ക് പിന്നെ മനസ്സിലായത്. അപ്പം ഞാൻ GK-ലും അതേപോലെ ഇംഗ്ലീഷിലാണ് എനിക്ക് മെയിനായിട്ട് ആ ഒരു ഇഷ്യൂസ് വരാൻ തുടങ്ങിയത്. അപ്പം അത് ഞാൻ എത്രയും എങ്ങനെയെങ്കിലും എക്സ്പ്ലോർ ചെയ്യാത്ത ഏരിയാസ്. അപ്പം എൻ്റെ കേസിൽ അത് എക്കണോമിക്സ് ആയിരുന്നു. എനിക്ക് എക്കണോമിക്സിലായിരുന്നു കുറച്ച് വീക്കായിട്ടുള്ളൊരു ഏരിയ. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അപ്പം തന്നെ എനിക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ആ കോൺസെപ്റ്റ് വൈസ് എനിക്ക് അറിയാത്തൊരു ഏരിയ ആണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഏരിയാസൊക്കെ കൂടുതൽ പഠിക്കുക, അങ്ങനെയാണ് പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അങ്ങനെ ചെയ്താലേ ഇനി റെഡിയാവും. കാരണം ഇപ്പം ഈ പറയുന്ന പോലെ ശരി തന്നെ ഞാൻ നിർത്തിപ്പോവാം എന്നുള്ളൊരു ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിർത്തിപ്പോകുമ്പം അറ്റ്ലീസ്റ്റ് എനിക്ക് പിന്നീട് നിർത്തണ്ടായിരുന്നു എന്നുള്ളൊരു സാധനം മനസ്സിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അറിയുന്ന എല്ലാ സാധനങ്ങളും അറ്റംപ്റ്റ് ചെയ്യാൻ തന്നെയാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് എല്ലാ സോഴ്സസും എല്ലാ മെറ്റീരിയൽസും എനിക്ക് ആക്സസ് ഉള്ള എല്ലാ സാധനങ്ങൾക്കും
അതും കൂടി യൂസ് ചെയ്തതിന് ശേഷം എന്നിട്ടും ഒരു എക്സാം കിട്ടിയിട്ടില്ലെങ്കിൽ ഓക്കെ ഫൈൻ, എനിക്ക് അവിടെ വെച്ച് നിർത്താം. അതായത് ഓക്കെ ഇത്രയും ചെയ്തിട്ടും ഒരു പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഫോർ മീ. ആ ഒരു ക്ലോഷറിലെങ്കിലും അറ്റ്ലീസ്റ്റ് എനിക്ക് നിർത്താമെന്നുള്ള ഒരു ഇതിലായിരുന്നു. പിന്നെ ചെയ്ത് എന്താന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തെ, കുറേ മുന്നെയാണ്, അടുത്ത വർഷത്തെ NTPC അതുപോലെ KV CBSE ഇങ്ങനത്തെ എക്സാംസിനൊന്നും ഞാൻ പിന്നെ അപ്ലൈ ചെയ്തിട്ടില്ല. അങ്ങനെ കുറച്ച് മെൻ്റൽ ഗെയിംസ് ഒക്കെ പ്ലേ ചെയ്യാൻ തുടങ്ങി. അതായത് ഈ വരാൻ പോകുന്ന CGL ആണ് എൻ്റെ ലാസ്റ്റ് എക്സാം. ഇപ്പം സിനിമയൊക്കെ പറഞ്ഞ പോലെ ചത്താലും ചത്തിലേലും നാളെ കാലത്ത് ശവടക്ക് എന്ന് പറയുന്ന ഒരു രീതിയിലേക്കും പിന്നെ കളി മാറി. അതായത് എനിക്കിപ്പോൾ കിട്ടിയാലും ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ഈ പ്രിപ്പറേഷൻ നിർത്തുകയാണ്. ഇതാണ് എൻ്റെ ലാസ്റ്റ് എന്ന രീതിയിൽ അടുത്ത വർഷത്തേക്ക് ഇനിയും എക്സാംസ് ഉണ്ടല്ലോ എന്നുള്ള സാധനം നിർത്തിയിട്ട് അടുത്ത വർഷത്തെ ഒരു എക്സാം ഞാൻ പിന്നെ കൊടുത്തിട്ടുണ്ടായില്ല. പിന്നെ നേരെ ഈ വർഷത്തെ CGL ആണ് എൻ്റെ ലാസ്റ്റ് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പഠിക്കാൻ തുടങ്ങി. അങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ അത്രയും എക്സ്ട്രീമായിട്ട് പോണ്ടി വന്നിട്ടില്ല. അതിന് മുന്നേ ആണ് ഈ സാധനം വന്നിട്ടുള്ളത്. അപ്പോൾ അത് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് CGL കുറച്ച് ഉഴപ്പുകളുണ്ടായിരുന്നു. പക്ഷേ വേറെ എക്സാംസ് ഇതേപോലെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഇഷ്ടംപോലെ സോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ അത് ഒരു രീതിയിൽ ഭയങ്കര നെഗറ്റീവാണ്. നെഗറ്റീവായിട്ട് തന്നെയാണ് അതിനെ എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് കാരണം ഒരു പോസിറ്റീവ് അതെ ഇൻ ദി എൻഡ് അത് തന്നെയാണ് നമ്മളുടെ ഒരു ജേർണിയിൽ ഏറ്റവും അത് തന്നെയാണ് നമുക്കൊരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്ലസ് പോയിന്റ്. ഇനി അങ്ങനെയായിരുന്നു കഴിഞ്ഞ 2 വർഷം. അതായത് ജോലി കിട്ടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അപ്പോയിൻമെന്റ് കയ്യിൽ കിട്ടുക എന്നുള്ളത് ആയിരുന്നു ഇനി അടുത്ത സ്റ്റേജ് എന്നുള്ളത്. ബാക്കിയുള്ള ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി ജോലി കിട്ടുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് അടുത്തൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക്. കാരണം ബാക്കിയൊക്കെ കിട്ടി. ഇപ്പോൾ പ്രിലിംസ് ക്ലിയർ ആയി എന്നുള്ള സാധനം കഴിഞ്ഞ്, പിന്നെ വെരിഫിക്കേഷന് പോയി എന്നുള്ളത് വേറെ. അപ്പോൾ പല എക്സ്പീരിയൻസസ് ഉണ്ടായി, അതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ജോലി കിട്ടുക, അതെ ബാക്കിയൊക്കെ അതിന് കഴിഞ്ഞ സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു ഈ ഒരു ജേണി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ. ഇപ്പോൾ ഈ 1ാം റാങ്ക് ഓൾ കേരള റാങ്ക് 1 എക്സ്പെക്ട് ചെയ്തിരുന്നു എക്സാം കഴിഞ്ഞപ്പോൾ? ആക്ച്വലി ഇല്ല. കാരണം ഞാൻ വെരിഫിക്കേഷന് പോയ സമയത്ത് എൻ്റെ കൂടെ കുറച്ച് മലയാളികൾ ഉണ്ടായിരുന്നു. ആ മലയാളികളാണെങ്കിൽ ഓൾറെഡി ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവരിപ്പം കോഴിക്കോട് തന്നെ ഇപ്പം പാസ്പോർട്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് തന്നെയാണെന്ന് അറിയില്ല. പിന്നെ വേറെ തൃശ്ശൂർ, എറണാകുളത്ത് നിന്നൊക്കെ വന്നിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അവർ ഓൾറെഡി ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു ബിഗ്ഗർ പേ സ്കെയിൽ നോക്കിയിട്ട് വന്ന ആയിട്ടുള്ള ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ തന്നെയാണ് ഹിന്ദിക്കാരുടെ കേസും പറയുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും ഓൾറെഡി ഒരു MTS വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്, പോസ്റ്റൽ അസിസ്റ്റൻ്റിൽ ഉണ്ടായിരുന്നു. ഇവൻ JSO കിട്ടിയ ഒരാൾ തന്നെ ഉണ്ടായിരുന്നു. ഇത് വീടിനടുത്തായതുകൊണ്ട് അവർ സൗത്തിലാണ്, ബാംഗ്ലൂരാണ് അവർ നിൽക്കുന്നത്. പക്ഷേ വീടിന് കുറച്ചും കൂടെ അടുത്ത് ഹൈദരാബാദ് വന്നിട്ട് അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിലേക്ക് ഞാൻ പോയ സമയത്ത് എനിക്ക് ആക്ച്വലി അത് ഭയങ്കര ഇതിപ്പം അവർക്ക് ഓൾറെഡി പണി കിട്ടിയ ആൾക്കാരാണ്. ബട്ട് എന്നാലും അവർ ഇതേപോലെ ടച്ച് വിടാത്ത പഠിക്കുന്ന ആൾക്കാർ തന്നെയാണ്. കാരണം പണി കിട്ടിയിട്ട് ഓൾറെഡി ക്ലിയർ ചെയ്യുന്ന കുറേ ആൾക്കാരെ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സമയത്ത് ഈ കിട്ടുമെന്നേ വിചാരിച്ചിട്ടില്ല. ലെറ്റ് ഓൾ കേരള 1 എന്നുള്ളൊരു സാധനം കിട്ടുമെന്നേ വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. പക്ഷെ ഒരു 5 വർഷത്തെ എഫോർട്ടിൻ്റെ ഫലം കിട്ടി. അതെ ഡെഫിനറ്റ്ലി. കാരണം അന്ന് കണ്ട പരിചയത്തിലുള്ള അന്ന് 2 പേരെ അന്ന് കണ്ടിട്ടുള്ളതിൽ ഒരാളുടെ പേര് മാത്രമേ ആ ലിസ്റ്റിൽ പിന്നെ വന്നിട്ടുണ്ടായിട്ടുള്ളൂ. വേറെ ആരുടെയും പേര് വന്നിട്ടുണ്ടായില്ല. ഈ പറഞ്ഞ ആരും തന്നെ അതിലിപ്പോൾ വർക്കിംഗ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ചിലപ്പോൾ അതുകൊണ്ടും കൂടിയായിരിക്കും. ബട്ട് എനിവേ ആ ഒരു 5 കൊല്ലത്തെ 4 കൊല്ലത്തിൻ്റെ ആ ഒരു ഇത് മൊത്തം ഇതിലാണ് വന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഡബിൾ ജോയ് ആണ് നമുക്ക് പറയുകയാണെങ്കിൽ. അതായത് ഒരു നല്ലൊരു പൊസിഷനിലേക്കാണ് കിട്ടിയെന്നുള്ളത്. അതായത് നമുക്ക് വേണ്ട ഒരു സ്ഥലത്തേക്ക് തന്നെ കിട്ടിയെന്നുള്ളതും, അല്ലെങ്കിൽ നല്ലൊരു ജോബിലേക്ക് തന്നെ ഒരു അസിസ്റ്റൻ്റ് പോസ്റ്റിൽ തന്നെ കിട്ടിയെന്നുള്ളത് ഭയങ്കര ഒരു ഹാപ്പി ന്യൂസാണ്. വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പഠിച്ച എൻ്റെ ഡിസിപ്ലിനിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ പഠിച്ചത് ജിയോളജിയാണ്, ഡിഗ്രി ജിയോളജിയാണ്. ആൻഡ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ, അതായത് ജിയോളജീൻ്റെ തന്നെ ഒരു വലിയ ഹൈ ആയിട്ടുള്ള ഒരു അക്കാഡമിയിൽ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ആണ് എനിക്കിപ്പോൾ ഒരു അസിസ്റ്റൻ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പഠിച്ച ഏരിയയിൽ തന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ആക്ച്വലി ഭയങ്കര ഒരു ലക്ക് തന്നെയാണ്. ചിലപ്പോൾ അങ്ങനത്തെ ഒരു അതും കുറച്ചും കൂടി ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസിൽ. അപ്പം അങ്ങനെ ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടി ആയിരിക്കാം നേരത്തെ ഇത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നതെന്നുള്ളത് വേറൊരു കാര്യം, സ്വാഭാവികം. അപ്പം അത് ഭയങ്കര ഒരു ലക്ക് തന്നെയാണ്. അപ്പം നല്ലൊരു ജോബും കിട്ടി, നല്ലൊരു പൊസിഷനിലും റാങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ പഠിച്ചതിൽ തന്നെ നിൽക്കാനും പറ്റി. ഇതിൻ്റെ ഒരു ഫുൾ ട്വിസ്റ്റ് വരുന്നത് ആക്ച്വലി അവിടെയാണ്. ഞാൻ SSC പ്രിപ്പറേഷൻ തുടങ്ങിയത് തന്നെ എനിക്ക് ജിയോളജിയിൽ ഫ്യൂച്ചർ ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ജിയോളജിയിൽ തന്നെ എത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു
ഒരു ഹാപ്പി ന്യൂസ് ഇതിൽ പറയാനുള്ളത്. വിശാൽ മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, സോ മെൻറ്ററായിട്ടുള്ള ഒരു സമയത്ത് കുറച്ചു കാലം മെൻറ്ററായിരുന്നു, പിന്നെ ഒരു ചെറിയൊരു സമയത്തേക്ക് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഒരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഒരു പുതിയൊരു എൻവയോൺമെൻറ്റ് തന്നെയാണ് സ്വാഭാവികമായിട്ടും. അത് മെല്ലെ മെല്ലെ ആണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്, ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തിട്ട് തന്നെയാണ്. ആദ്യം ഞാൻ എടുത്ത ബാച്ചിലെ സ്റ്റുഡൻസുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്, പക്ഷേ ഒരു മെൻറ്റർ എന്നുള്ള നിലയിൽ അവർക്ക് എത്രത്തോളം നല്ല അഭിപ്രായം ഉണ്ടെന്ന് എനിക്കറിയില്ല. ആസ് എ മെൻറ്റർ ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളതും എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തൊരു സംഭവമാണ്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസസിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ പുതിയ രീതിയിൽ ആൾക്കാരുമായിട്ട് ഇടപെടാൻ ശ്രമിച്ച ഒരു സമയമായിരുന്നു. സോ ആസ് എ മെൻറ്റർ അല്ലെങ്കിൽ ഒരു മെൻറ്റർ ആയിരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഇത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഇപ്പോൾ ഈ സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സെഷൻസ്, നമ്മുടെ സർക്കിൾ സെഷൻസ് വരുന്ന സമയത്ത് ഈ പറയുന്ന എനിക്ക് പഠിക്കാൻ അല്ലെങ്കിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയാസ് ഞാൻ അവർക്ക് വർക്ക് കൊടുത്തിട്ട് അങ്ങനെ കുറേ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ എക്സ്ട്രാ മെറ്റീരിയൽസ് ഷെയർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാമിൻ്റെ ഒരു അപ്രോച്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് അങ്ങനത്തെ കുറേ രീതിയിൽ പിന്നെ കുറേ അനാലിസിസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇവരുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ ട്രിക്സും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആക്ച്വലി ഈ സെലക്ഷൻ പോസ്റ്റ് എഴുതിയത്. അതായത് ഞാൻ എൻ്റെ ഒരു മെൻറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കമ്മിറ്റഡ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റുഡൻസിനോട് തന്നെയാണ് ചോദിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ കണ്ടിട്ടുള്ള എൻ്റെ ഒരു ആസ് എ മെൻറ്റർ എൻ്റെ ഒരു ബെസ്റ്റ് പൊസിഷൻ ഒരു ടൈമിലാണ് ഞാൻ ആക്ച്വലി എക്സാം എഴുതിയത്. അപ്പോൾ ആ ഒരു പ്രൈം ടൈമിൽ ഞാൻ അത്രയും വർക്ക് ഇട്ടിട്ട് ഇപ്പോൾ എൻ്റെ ഒരു മെൻറ്റർ എന്നുള്ള നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് അവസാനം കുട്ടികളുടെ കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ ആ എഫേർട്ടിൽ അവസാനം ഞാൻ തന്നെയാണ് ഒരു സക്സസ്ഫുൾ ആയത്. മാഷ് പഠിപ്പിച്ചിട്ട് അവസാനം മാഷ് തന്നെ രക്ഷപ്പെട്ടു. ഒരുപാട് സ്റ്റുഡൻസ് ക്ലിയർ ചെയ്തിട്ടുണ്ടല്ലോ. ഓരോരോ സമയത്താണെന്ന് മാത്രം. പക്ഷെ അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക് ശരിക്കും നല്ല കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മളുടെ സർക്കിൾസിലുണ്ടായിട്ടുള്ള സ്റ്റുഡൻസുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ സ്റ്റുഡൻസിൽ നിന്ന് ഞാൻ പഠിച്ചത് സ്റ്റുഡൻസുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അവരുടെ കുറേ തോട്ട്സും അവരുടെ കുറേ എക്സ്പീരിയൻസസും ഈ പറയുന്ന എൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു വലിയൊരു ഭാഗം തന്നെയാണ്. അപ്പം സ്റ്റുഡൻസുമായിട്ടുള്ള അപ്പം മെൻറ്റർ എന്നുള്ള ഒരു സാധനം മാത്രമല്ല, ഞാൻ അവിടെ ഒരു ആസ്പിറൻ്റ് ആയിട്ട് അവിടെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ അവിടുത്തെ ഒരു കോമ്പറ്റീറ്ററായിട്ടും ഒരു ഈക്വലായിട്ട് തന്നെയാണ് നമ്മളൊരു പ്രിപ്പറേഷൻ്റെ ഒരു രീതിയിൽ എനിക്കത് ഉണ്ടായിരുന്നായിരുന്നു. അവിടുന്ന് കിട്ടിയിട്ടുള്ള കുറേ ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് എക്സാംസിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഒരു വലിയൊരു എഫക്റ്റ് തന്നെയാണ് മെൻറ്ററായിട്ടുള്ള. പിന്നെ എനിക്ക് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ റീസെൻ്റായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയവരുണ്ടാവും, ഒരുപാട് വർഷങ്ങളായിട്ട് ട്രൈ ചെയ്യുന്നവരുണ്ടാവും, വിശാൽ കടന്നുപോയി ആ ഒരു പോയിന്റ് കൂടെ കടന്നു പോകുന്നവരുണ്ടാവും. അവരോടൊക്കെ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ടിപ്പായിട്ട് പറയാനുള്ളത്? ഓക്കെ, എനിക്ക് അവരോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് ഒരു മെൻറ്റർ എന്നുള്ള അല്ലെങ്കിൽ ഒരു മെൻറ്റർ ആയിരുന്ന ഒരാൾ എന്നുള്ള രീതിയിലല്ല, ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി എന്ന് വേണമെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് പറയാമല്ലോ. എന്താന്ന് വെച്ചാൽ നമ്മൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ നമ്മളുടെ മുമ്പിലുള്ള ഇങ്ങനത്തെ ഒരു പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ 2 തരത്തിലാണ് നമ്മളിപ്പം പഠിക്കുക. ഒന്ന് നമ്മൾ ക്ലാസ്സസിൽ റെഗുലറായിട്ട് വന്ന് ക്ലാസ് കേട്ട് അത് നോട്ട്സ് എഴുതി പ്രാക്ടീസ് ചെയ്ത് പോകുന്നത്. അത് കഴിഞ്ഞാൽ ഒരു മേ ബി ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പം നമ്മുടെ ആ ഒരു ക്ലാസ്സസ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ സെൽഫ് പ്രിപ്പറേഷനാണ് വരിക. ആ ഒരു സെൽഫ് പ്രിപ്പറേഷനാണ് നമ്മൾ ഭാവിയിലൊരു ഗവൺമെൻറ് എംപ്ലോയി ആവോ ഇല്ലയോ എന്നുള്ളത് ശരിക്കും നിശ്ചയിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ ഒരു ഓൺലൈനിൽ മാത്രം തുടങ്ങിയോണ്ടാവാം ചിലപ്പം ഇത്രയും ലേറ്റ് ആയത്, പക്ഷെ എന്നാലും ആയത് നല്ലത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ആ ഒരു സെക്കൻഡ് ഫേസിലാണ് നമ്മുടെ ശരിക്കുള്ള ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. ഒബ്വിയസ്ലി നമുക്ക് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നമുക്കിപ്പം ഇഷ്ടമല്ലാത്തത് ചെയ്യുന്നതും ഇഷ്ടമുള്ളത് ചെയ്യാതിരിക്കുന്നതും ഇതിൻ്റെ ഭയങ്കര ഒരു ഭാഗം തന്നെയാണ്. അത് തന്നെയാണ് പലരിലും എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിലും എൻ്റെ പിയർ ഗ്രൂപ്പിലാണെങ്കിലും ആൾക്കാർക്ക് ചാലഞ്ചിങ് ആയിട്ട് തോന്നിയത് ആ ഒരു ഏരിയ ആണ്. അപ്പോൾ അത് ശരിക്കും വലിയൊരു ഹേർഡിൽ തന്നെയാണ്. പക്ഷെ അത് സമയം എടുത്തിട്ട് മെല്ലെ മെല്ലെ അതുണ്ടാവും. പിന്നെ അപ്പോൾ ഹാർഡ് വർക്കും പഠിത്തവും അങ്ങനെ പ്രോപ്പറായിട്ട് തന്നെ പോവാം. വേറൊരു കാര്യം എന്ന് പറയുമ്പം പിന്നെ
നമ്മുടെ ഒരു റൂട്ടീൻ, നമുക്കൊരു ഡിസിപ്ലിൻ എന്തായാലും വേണം. ഇപ്പം നമ്മളിപ്പം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ പോട്ടെ നമ്മൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു റൂട്ടീനും ഡിസിപ്ലിനും ഒക്കെ ഫോളോ ചെയ്യണം. അതും ഇതിൽ ഭയങ്കരമായിട്ട് വേണം. ഇപ്പം ഞാൻ അങ്ങനെ ഒഴിവാക്കിയിട്ടുള്ളൊരു കാര്യമാണ് ഉച്ചയിലെ ഉറക്കം എന്ന് പറയുന്നത്. ഉച്ചയുറക്കം ഞാൻ നിർത്തിയതിന് ശേഷമാണ്, മൊത്തത്തിൽ നിർത്തിയെന്ന് പറയാൻ പറ്റില്ല, 1-2 മൊമെന്റ്സ് ഉണ്ടാവും, നോമലീസ് പോലെ കുറച്ച് ദിവസങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്നാലും വലിയൊരു ഭാഗം ഞാൻ നിർത്തിയൊരു സാധനമാണിത്, ഉച്ചയുറക്കം എന്ന് പറയുന്നത്. ഉറക്കം വരും സ്വാഭാവികമായിട്ടും, പഠിക്കുകയാണ്. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിട്ട് പോകുക എന്നുള്ളത്, മൈൻഡ് ഫ്രഷ് ആയിട്ട് നിൽക്കുകയും ചെയ്യും അതാകുമ്പോൾ. അപ്പോൾ അത് അങ്ങനത്തെ കുറേ ഒരു ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള മറ്റൊരു അബദ്ധം എന്ന് പറയുന്നത് ഇതാണ്, അതായത് എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഓഫർ ലെറ്റർ കിട്ടുന്നവരെ പഠിക്കുക എന്നുള്ളതാണ്. വേറെ ഞാൻ നോക്കിയില്ല, ഞാനത് ചെയ്തിട്ടില്ല. ഒരു 3 മാസത്തിൻ്റെ ഒരു ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും ചെയ്യണം. കാരണം ഇൻ കേസ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഫ്രീസിങ്ങോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കാരണം നമ്മൾ മൊത്തത്തിൽ മെൻ്റലി ഡൗൺ ആവും. എന്തോ ഭാഗത്തിന് എനിക്കത് ഉണ്ടായിട്ടില്ല, അത് ആർക്കും ഉണ്ടാവാനും പാടില്ല അങ്ങനത്തെ ഒരു മൊമെൻറ്റ്സൊക്കെ. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങളും ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, എൻ്റെ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ആകെ 5 പോസ്റ്റുകൾ വേക്കൻസീസാണ് എനിക്കുണ്ടായിരുന്നത്. മൊത്തം 10 വേക്കൻസിയാണ്. അതിൽ ജനറൽ കാറ്റഗറിയിൽ ആകെ 5 വേക്കൻസീസേ ഉണ്ടായിട്ടുള്ളൂ. വേറെ സ്ഥലത്താണെങ്കിൽ 1-2 പോസ്റ്റുകൾ മിക്ക ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഉണ്ടായിട്ടുള്ളൂ. ഇതേ ക്വാളിഫിക്കേഷനും വേറെ ക്വാളിഫിക്കേഷൻസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം എല്ലാവരിലും ഉള്ള ഒരു കൺസേൺ ആണ്, ഇതിപ്പോൾ കൊടുക്കണോ, ആകെ 1 ഉള്ളൂ എന്ന രീതിയിൽ. അപ്പോൾ എത്ര ആണെങ്കിലും നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള പോസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്തായാലും എല്ലാ തരത്തിലുള്ള എക്സാംസും അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ വേറൊരു എക്സ്പീരിയൻസ്. ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. SSC ആവട്ടെ, PSC ആവട്ടെ, ഇനി വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണെങ്കിലും ആ ഒരു തരത്തിലുള്ള ഒരു അപ്രോച്ച്, ആ ഒരു മെൻറ്റാലിറ്റി എത്തണം നമ്മുടെ ഒരു ഈ ഒരു എക്സാംസ് ക്ലിയർ ചെയ്യുന്നതിൽ നമുക്ക് വേണം. കാരണം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. നമ്മൾ വെറുതെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് എഴുതുകയാണെന്നുള്ളതല്ലാതെ അതിനൊക്കെ കുറേയൊക്കെ പഠിക്കാനുണ്ട്. നമ്മളെങ്ങനെയാണ് എക്സാംസിനെ പറ്റിയിട്ടൊരു ഐഡിയ നമുക്ക് കിട്ടാനുണ്ട്. അപ്പം ഏതൊരു എക്സാം ആണെങ്കിലും നമ്മൾ ക്വാളിഫൈഡ് ആണ്, നമ്മൾ എലിജിബിൾ ആണെങ്കിൽ, നമുക്ക് വേറെ അഫോർഡബിലിറ്റി പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ഔട്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇതേപോലെ ഇന്ത്യൻ്റെ ഏത് കോണിൽ വേണമെങ്കിലാവാം. ഇപ്പം എനിക്ക് ബാംഗ്ലൂരാണ് ഇപ്പം ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയിട്ടുള്ളത്, പ്രൊബേഷൻ പീരീഡ്. ഇത് കഴിഞ്ഞാൽ ഞാൻ ഓൾ ഇന്ത്യ ട്രാൻസ്ഫർ ലയബിളാണ്, എന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടിടാം. ആ സമയത്ത് പണിയെടുക്കാതിരിക്കാൻ പറ്റില്ല, എവിടെ വേണമെങ്കിലും പോകേണ്ടി വരും. അപ്പോൾ അതേ രീതിയിൽ ആ ഒരു മെൻറ്റാലിറ്റിയിൽ തന്നെ നമ്മൾ ഒരു ഗവൺമെൻറ് ജോലിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്. എവിടെയാണെങ്കിലും കുഴപ്പമില്ല, എത്ര ദൂരത്താണെങ്കിലും നമുക്കത് അഫോർഡബിൾ ആണെങ്കിൽ നമ്മൾ എന്തായാലും അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ചെറിയ പോസ്റ്റ് ആണെങ്കിലും ഒറ്റ പോസ്റ്റ് ആണെങ്കിലും നമുക്ക് എന്തായാലും കൊടുക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം ആ ഒരു രീതിയിലേക്ക് എക്സാം എഴുതി വരുമ്പം നമുക്ക് എന്താണ് പറയാൻ പറ്റില്ല ഏതാണ് ക്ലിക്ക് ആവാന്നുള്ളത്. അപ്പം എൻ്റെ ഈ ഒരു കേസിലും എനിക്ക് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. 5 പോസ്റ്റ് ഉണ്ടെങ്കിൽ പോലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നമുക്ക് വേറെയും ചാലഞ്ചസ് അവിടെ വരുന്നെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇൻ ദി എൻഡ് ഇതിപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഇതേപോലെ കിട്ടുന്നതിനൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിലും കൂടി വേണം എക്സാംസ് ഡീൽ ചെയ്യാൻ. ഓക്കെ, ഇനി ഒരു പ്രശ്നം ചെയ്യണമെങ്കിൽ ഒരുപാട് ആൾക്കാർ ഭാഗമായിട്ടുണ്ട്, സപ്പോർട്ടായിട്ടും ഹെൽപ്പായിട്ടും മെൻറ്റേഴ്സായിട്ടും ഒക്കെ. അവരോടൊക്കെ നന്ദി പറയാനുള്ള ഒരു അവസരമാണ്. ഓക്കെ, സോ താങ്ക് യു എവരി വൺ. എൻ്റെ ഈ പറഞ്ഞ ലൈഫിൽ എന്നെ എന്താ പറയുക, പേഴ്സണലി ആയിട്ടും പ്രൊഫഷണലി ആയിട്ടും ഒരു ഇമോഷണലി ആയിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ പേരുണ്ട്. എനിക്ക് ആരെയും റാങ്ക് ചെയ്ത് പറയാൻ ഇവിടെ പറ്റില്ല. കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്ഥാനവും അതുപോലെ ഒരു പൊസിഷനും ഒക്കെ ഉണ്ട് എൻ്റെ ഈ ഒരു സക്സസ്സിൽ. സോ താങ്ക് യു ഓൾ, താങ്ക് യു എവരി വൺ, ലവ് യു സോ മച്ച്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും കൂടി ഉണ്ടായത് ഒരിക്കലും എന്താ പറയുക തിരിച്ചു തരാൻ പറ്റാത്തൊരു കടം തന്നെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പൊസിഷൻ ലൈഫിൽ, ഈ ഒരു ജേർണിയിലും. സോ താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. ഇനി ഒരുപാട് വിജയങ്ങൾ ജീവിതത്തിലുണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.